വാസുട്ടേ വാസുട്ടേ ഇവിടെ ഉണ്ടായ ജോസൂട്ടിയാ. അതെ അമ്മനെ മല്ലികനെയൊക്കെ ഒന്ന് വിളിച്ചേ. അമ്മയും മല്ലികൊന്നും ഇവിടെ ഇല്ലടോ. അവരവിടെ പോയി എവിടേക്കോ പോയി, എനിക്കറിയാൻ വയ്യ. അപ്പൊ 14-ാം തീയതിയാണ് നമ്മുടെ സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പ്. ഞാൻ സ്ഥാനാർത്ഥിയാണ്. ഇത് നമ്മുടെ പാനലിൽ മത്സരിക്കണവര് നോട്ടീസ് കൊടുത്തേ. അല്ല, ഇതിപ്പോ ഒരു പുതിയ അറിവൊന്നും അല്ലല്ലോ, ഇതൊക്കെ എനിക്ക് അറിയണ കാര്യങ്ങളല്ലേ. അല്ല, നമ്മ ഇന്ന് ഇവിടുന്ന് പ്രചരണം തുടങ്ങിയാണ്. അപ്പൊ അതിന്റെ ഔദ്യോഗികതയൊക്കെ വേണമല്ല. ശരിയാ. പിന്നെ കഴിഞ്ഞ തവണത്തെ കാര്യം അറിയാലോ, വെറും 4 വോട്ടിനാണ് നമ്മുടെ പാനൽ പരാജയപ്പെട്ടത്. ഇത്തവണ വാസൂട്ടി, മല്ലിക, ദൊര, അമ്മ ഇവരുടെ വോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടാതെ സൊസൈറ്റിയുടെ പുറത്തുള്ള ബി ക്ലാസ് മെമ്പർഷിപ്പുകാർക്ക് വോട്ടുണ്ട് ഇത്തവണ 100-200 പേര്. അവരും നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് കൂട്ടി പിടിക്കണം, ഒന്ന് കൂടെ വേണം. ഇത്തവണ നമുക്ക് ജയിക്കണം. മാത്രല്ല ഗോപിയുടെ പാനലിൽ എന്തോ ചെറിയ പ്രശ്നം പറഞ്ഞിട്ട് ശരിയാണ്. അത് പറഞ്ഞുണ്ടാക്കണ്ട. അയാളുടെ ഗ്രൂപ്പിലുള്ള കുറെ പേര് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ. കാരണം ഇയാൾ ഇച്ചിരി അഴിമതിയൊക്കെ ആയിരുന്നല്ല. ഇന്നലെ ഗോപിയുടെ എതിര് സംസാരിച്ചായിരുന്ന പാർട്ടികൾ ഇന്നലെ ചായക്കടയിൽ ഇരുന്നിട്ട് ഗോപി ഭയങ്കര സംഭവമാണ്, ഗോപിക്ക് വോട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. അത് നമ്പറാണത്. കുറെ പേര് നമ്മളെ സഹായിക്കും. അടുത്ത വീട്ടിൽ കാണിക്കേണ്ടതാണ്. അതെ, ഈ രാഷ്ട്രീയക്കാര് കാണിക്കണ മാതിരി ഓവർ വിനയം കാട്ടിയിട്ടുള്ള വോട്ട് കളയരുത് നീ. എന്തിനാ നോർമൽ മതി. ഇതൊക്കെ ആർഭാടം കാണിക്കാൻ കണ്ടറിഞ്ഞൂടെ? ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആവുമ്പോ മര്യാദക്ക് പോയി പറഞ്ഞാൽ മതി. അത് ശരി. കണ്ട ഇപ്പൊ ഇവിടെ വന്നതായില്ലേ, ഒരു കാര്യം പഠിച്ചില്ലേ. അപ്പൊ ഓക്കെ ജയിച്ചു. അതെ, ഒരാളെ കാണാൻ നേരത്ത് വയറും തള്ളി പിടിച്ചല്ല നിൽക്കണ്ട, ഒന്ന് വിനയത്തിൽ ഒതുങ്ങി നിൽക്കണം, നല്ല ആളുകൾ വോട്ട് ചെയ്യുള്ളൂ. അല്ല, നീ ഇതെങ്ങാട് പോണ്? ഞാനൊന്ന് വന്ന് നോക്കട്ടെ. ഇവിടെ നിന്ന് എനിക്ക് വോട്ടൊന്നും കിട്ടൂല. ഇതൊക്കെ നമ്മുടെ കുടുംബ വോട്ടുമാണ്. നീ മാത്രം പറഞ്ഞ പോരല്ലോ. പിന്നെ നിന്നെ ഇത്തവണ ഞാൻ ഗോപിയാക്കി തരാടാ. ഞാൻ ഗോപിയാണെങ്കിൽ നീ ഇപ്രാവശ്യം ശശിയാടാ. നീ നോക്കണം. നീ കഴിഞ്ഞ തവണത്തെ പോലത്തെ കള്ളക്കളി കൊണ്ട് ഇങ്ങോട്ട് വാ. നിന്നെ അടിച്ച് കാലം മുട്ടിയാന്ന് പളിക്കും ഞാൻ. പള്ളി പോയി പറഞ്ഞാൽ നീ പോയി പറഞ്ഞാച്ചാ മതി. നീ ഇവിടെ വോട്ട് ചോദിക്കാൻ നിൽക്കണ്ട, നീ പോയിക്കോ. ഇതൊക്കെ നമ്മുടെ വീടുകളാ. ഒന്ന് പോയാ, ഒന്ന് പോടാ. ഇത് മറ്റത് ഗോപി നമ്മുടെ എതിരിന്റെ. മുണ്ടും പൊക്കി പിടിച്ചോണ്ട് നടക്കണത് ഇവിടെ എന്താ വെള്ളപ്പൊക്കം ഉണ്ടോ? അതല്ലല്ലോ വരിക. സൊസൈറ്റിയിലെ ഇലക്ഷൻ ആണല്ലോ. ഇപ്രാവശ്യം ഞങ്ങളുടെ പാനൽ ഇപ്രാവശ്യം നിൽക്കുന്ന കാര്യം അറിഞ്ഞാർന്നല്ലോ. വോട്ട് ചോദിക്കാനായിട്ട് വന്നതാണ്. അതറിയാലോ. നിങ്ങളിപ്പോ ഈ വോട്ട് ചോദിക്കാൻ നേരത്ത് മാത്രല്ലേ ഇപ്പൊ ഇങ്ങോട്ടുള്ള വരവൊക്കെ. ഏടോ ചെങ്ങായി, നമ്മളെ പോലുള്ള ആൾക്കാർ ഒരു ലോൺ അപേക്ഷിച്ചിട്ട് തരാൻ പറ്റാത്ത ആൾക്കാർ. നിങ്ങളൊക്കെ എന്ത് സൊസൈറ്റി പ്രവർത്തകരാ? അങ്ങനെ പറയുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ഭരണസമിതി ഇരുന്നപ്പോ ചെയ്തത്? എന്താന്ന് കേക്കട്ടെ. ഇങ്ങനെ പറയരുത് കേട്ടോ. എന്താണെന്ന് അറിയട്ടെ. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയില്ലേ, സഹകാരികളെ സംഘടിപ്പിച്ചില്ലേ? ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല മടിക്കുന്നത്? അതെ, അത് കണ്ടില്ല എന്നൊന്നും അടിക്കില്ലല്ല. ഇന്നെ പോലുള്ള ആൾക്കാർക്ക് ഒരു ലോൺ അപേക്ഷിച്ചിട്ട് അങ്ങോട്ട് വരുമ്പോ നിങ്ങൾ അതിനെന്ത് സഹായം ചെയ്തു എന്ന് ഞാൻ ചോദിക്കണേ. ഈ സാധാരണക്കാർക്ക് നിങ്ങൾ ഈ സൊസൈറ്റി എന്താ ചെയ്തത്? സാധാരണക്കാർക്ക് അതെന്താ പറയാ അങ്ങനെ പറയണത്? എന്താണ്? സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ബക്രീദ്, ഓണം ചന്തകൾ സ്ഥാപിച്ചില്ലേ? ഇവിടെ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കല്യാണ മണ്ഡപം ഉണ്ടാക്കിയില്ലേ? ഏടോ ചെങ്ങായി, 3 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്, ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു തൈലക്കട ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടി വന്നപ്പോഴേ അതിനൊരു ലോൺ അപേക്ഷിച്ചപ്പോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പേപ്പർ മുഴുവൻ വേണം. ഇതൊക്കെ എവിടുത്തെ ന്യായാണ്? എന്റെ പരീക്ക, അതിനൊക്കെ ഓരോരോ നടപടിക്രമങ്ങളുണ്ട്. എന്ത് നടപടിക്രമം? ഞങ്ങളെ പോലെ ഈ സാധാരണക്കാർക്ക് ഒരു ലോൺ തരാനും കൂടി നിങ്ങൾ സൊസൈറ്റിക്കാർക്ക് പറ്റില്ല. പിന്നെ എന്ത് സഹായം അത്? അങ്ങനെ പറഞ്ഞാലേ ഈ കാണുന്ന ഈ തരിശു ഭൂമിയൊക്കെ നമ്മള് ഹരിതാഭാക്കിയില്ലേ? പച്ചക്കറി വിത്ത് കൊടുത്തില്ലേ? നിങ്ങൾ വിത്ത് കൊടുത്ത് കർഷകർക്ക് ലോൺ കൊടുത്തില്ലേ? എന്നാ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ചോദിച്ചോ വോട്ട്, അല്ലാണ്ട് ഇന്ത്യന്ന് കിട്ടൂല. അപ്പൊ ഞങ്ങൾക്ക് വോട്ടില്ല. ഇല്ല, ഇപ്രാവശ്യം എന്തായാലും ഞങ്ങളെ ജോസുട്ടിക്ക് ഒരു വോട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിലേ ഞങ്ങളാണ് അവിടെ അധികാരത്തിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു ലോൺ, ഒരു പശു ലോൺ പോലും ഞാൻ പാസ്സാക്കി തരും. ഏടാ ചെങ്ങായി, ഇജ്ജെങ്ങാനും അങ്ങനെ ചെയ്താ അത് മേടിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ ഞാൻ വായിച്ചു നോക്കിയോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് അപ്പം കാണാം. അത് പരിങ്കുട്ടി ചെയ്തത് ശരിയല്ലേ? അത് ரொம்ப തെണ്ടിത്തരത്താ ചെയ്തത്. കാരണം എലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മ പാർട്ടി മറ്റു പാർട്ടി നമ്മ നോക്കാതില്ലേ, എല്ലാവർക്കിട്ടും ചെന്ന് വോട്ട് കേൾപ്പാங்க. അതുക്കെല്ലാം இந்த மாதிரி തിട്ടിട്ട് വിടുறதெல்லாம் ശരിയല്ലേ? അതാണല്ലോ. പക്ഷെ ഒരു വർത്താനം എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞറിയാവോ? ഏതറ്റം വരെയും പോവും എന്നെ തോപ്പിക്കാൻ, എൻ്റെ പാനലിനെയും തോപ്പിക്കണം. അതെൻ്റെ ചങ്കിന് കൊണ്ട്. അല്ല, അത് ഞാൻ தெரியுமா, அந்த பரிம்பாயும் ஜோசூட்டி ரொம்ப ஃப்ரெண்டு தானே, அதனால அப்படிதான் சொல்லும். എത്ര ഫ്രണ്ടാണ് ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ പറ്റുമോ? ഇതൊരെണ്ണ അല്ല, പോണ തടവ് എത്ര വോട്ടിന് ജയിച്ചു? 5 വോട്ട്. 5 വോട്ടിന് ജയിച്ചല്ലേ? ഇപ്പൊ എന്നെ എതുക്ക് കൂപ്പിട്ടെ? അതായത് എനിക്ക് അവിടെ ഒരു 5-6 വോട്ടുണ്ടല്ലോ, അതൊന്നും മറിച്ച് തരാൻ ദൊരേണ്ണ എന്നെ ഒന്ന് സഹായിക്കണം.
നാനാ ആ അതൊന്നും സെറിപ്പിട്ട് വരാതെ. അയ്യോ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. அது எதுக்குன்னே ஜோசூட்டி என்ற அழியன்ற ஃப்ரெண்டு, அதனால நான் உங்களுக்கு ஓட்டு மறைச்சு தர்றது அது நம்பிக்கை துரோகம், அது செய்ய முடியாது. ആഹാ എന്നാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? இல்லைன்னே, அது நம்ம செய்யக்கூடாது. இல்லை, அவர் என் ஃப்ரெண்டு தானே, அதனால ഏയ്, നമുക്ക് ഒരു 5-6 വോട്ട് അവിടുത്തെ ആരുടെയൊക്കെ വോട്ട് മറിക്കാൻ തോരേണ്ടതിന് പറ്റുമോ? അതൊന്ന് മറിച്ച് തന്നാൽ. இந்த சரக்கு அடிக்கிறது இந்த தண்ணி எனக்கு ஒரு வீக்கன்ஸ் தான். அப்புறம் நான் என்ன பண்ணணும்? എത്ര വോട്ട് പോരും ഇപ്പോൾ? இங்க வந்து மாமி நான் சொன்னா கேட்கும். പൊറോട്ടാച്ചാ 1 மல்லிகை கேட்கும், 2 என் சும கேட்கும், 3 நானு 5 അല്ല இல்ல நான் நினைச்சா ரஷ்ய ஓட்டு வேணாலும் மறைக்க முடியும். அப்படியா? ஆமா, பரியங்குட்டி மாதிரி இல்ல, ரஷ்யக்கும் ஜோசூட்டியும் அந்த அளவுக்கு பிடிக்காது. அதனால நான் சொன்ன சிலப்போ ஓட்டு மறைக்கும். വർക്കൗട്ട് ചെയ്യണം. அப்ப 5 ஓட்டு വരും. ஓகேயா? വേണം. இந்த தமிழ்நாட்டுல எல்லாம் எலெக்ஷன் நிற்கும்போது இந்த ஸ்தானார்த்தி என்ன பண்ணுவோம் தெரியுமா? இந்த ஓட்டு இருக்கிற பொம்பளைக்கெல்லாம் பட்டு சாரி கொடுக்கும், പട്ടുസാരി കൊടുക്കും, ஆம்பளைக்கெல்லாம் வேட்டி ஷர்ட் கொடுக்கும், വേട്ടി ഷർട്ട്. அப்புறம் ஒரு ஆளுக்கு 1000 ரூபா வச்சு கொடுக்கும். ആഹാ ஆமா, இங்க எப்படின்னா கோபி சார் எனக்கு வேண்டப்பட்ட ஆளு, തീർച്ചയായും. இந்த தண்ணி போதும், அதனால ஒரு ஓட்டுக்கு 500 ரூபா வச்சு கொடுத்தா போதும். இந்த 6 ஓட்டு நான் തിരിച്ചു தரேன். എന്തെങ്കിലും ഡിസ്കൗണ്ട് கிடைக்கும்? ஒரு കഴിഞ്ഞ தடவை எத்தனை ஓட்டுன்னு ஜெயிச்சு? 6 വോട്ട്. 6 ஓட்டு. எங்களை எல்லாம் இந்த ஓட்டுக்கு சேர்த்தது யாரு தெரியுமா? ஜோசூட்டி. എന്തായാലും അപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 3000 രൂപ 1 2. ഓക്കെ ஓகே, அப்ப கண்டிப்பா நீங்களும் ஜெயிக்கும். പറ്റിക്കരുത്. இல்ல இல்ல, ஏய் நான் போறேன். എന്താണ് നിനക്ക് ദൂരമായിട്ട് പരിപാടി? എന്ത് പരിപാടി? എന്ത് പരിപാടി? നീ എന്താ അവന് പൈസ കൊടുക്കണുണ്ടല്ലോ? അത് വരല്ലേ? എനിക്ക് ഞങ്ങൾ തമ്മിൽ ഇച്ചിരി കാശിൻ്റെ ഇടപാടുണ്ടാകുന്ന കൊടുക്കുന്നത് എന്ത് കുഴപ്പം? ഗോപി, നീ നാറിയ കളി കളിക്കാൻ നിൽക്കരുത്. ഞാൻ നിന്നോട് പല വട്ടമായി പറയണം, നീ പൈസ കൊടുത്ത് വോട്ട് മേടിച്ചല്ലടാ. ഒരുമാതിരി വർത്താനം പറയുന്നത്. പിന്നെ നീ ആരാണെന്നും നീ എവിടെയാണ് എന്താണെന്നൊക്കെ എനിക്കറിയാം. നീ എടാ നാട്ടുകാരെ പറ്റിച്ചല്ലേ നീ ജീവിക്കണം. നീ തോന്നിവാസം പറയരുത്. എടാ ദോരേനെ ഞാനാണ് ഇതിൽ ചേർത്തേക്കുന്നത്. ആര് ചേർത്താലും അയാൾ ഒരു വോട്ടറാണല്ലോ. ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. വോട്ടർക്ക് നീ കള്ളും പൈസയും കൊടുക്കണം. കള്ളും പൈസ ഞാൻ വോട്ട് ചോദിക്കാണ്. എടാ മാന്യമായിട്ട് ജയിക്കടാ ഇലക്ഷനിൽ തട്ടിപ്പ് കാണിക്കാതെ. നീ എന്തിനാ പൈസ കൊടുത്തത്? ഞാൻ ചോദിക്കട്ടെ, ഇവൻ തോറ്റു പോകുന്നുള്ള പേടിയിട്ടില്ല എന്നെ തല്ലാൻ വന്ന്? എടാ തോറ്റു ഒന്ന് പേടിയണ്ട, കാശ് കൊടുക്കണ. എനിക്കങ്ങനെ പേടിയില്ലടാ, ഞാൻ തീരുന്ന. നീ എന്നെ തരാ. നേരിട്ട് മത്സരിക്കടാ. അങ്ങനെ തന്നെയാണ് ചെയ്യണത്. നമുക്ക് കാണാം തെരഞ്ഞെടുപ്പ്. എന്റെ തെരഞ്ഞെടുപ്പ് നീ നോക്കിക്കോടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ അടുത്ത് മേടിക്കും. ഞങ്ങള് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് മത്സരിച്ചോ? ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ ആശയങ്ങളും ഇലക്ഷൻ കഴിയുന്നവരെ ഒന്നും ചെയ്യാൻ പാടില്ല. വാസുട്ടിയേ, വാസുട്ടിയേ, ഒന്നുകൂടെ വന്നേ, ഒന്നുകൂടെ വായോ. അതേ, ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ജോസൂട്രെ ഇങ്ങനെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണ മറ്റേ വലിയ ഗോപി, ഓനതാ കയ്യും കാലം കുടിഞ്ഞിട്ട് ആശുപത്രിയിൽ. എന്ത് പറ്റാനാ? ബനും ഇവന്റെ അണികളൊക്കെ കൂടിയിട്ട് തല്ലിയതാന്നാ പറഞ്ഞത് ജോസൂട്ടിയുടെ. ജോസൂട്ടിയാ? ആ, അങ്ങനെയാണ് പറഞ്ഞുണ്ടാക്കണത്. ഇനിയിപ്പോൾ അവന് സഹതാപ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണോ എനിക്കറിയില്ല, പക്ഷെ അതാണ് ഇപ്പം അവൻ പറഞ്ഞുണ്ടാക്കണത്. എന്താ ഈ നിലക്കായ ചെയ്യാ? അല്ല, അതിന് കാര്യമുണ്ട്. എന്താണ്? കാരണം ഈ ഗോപിയായിട്ട് ചെറിയ ഒരു ഉടക്കുണ്ട് പിന്നെ. ആർക്ക്? ജോസൂട്ടിക്കാലുണ്ട്. ഇത് മുമ്പുള്ള തന്നെയല്ലേ? ഇത് തുടങ്ങിയപ്പോൾ ഉള്ളതല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ പേരിൽ ചെറിയൊരു ഷണ്ടുണ്ടായി. അതെ. എന്നിട്ട് ഞാൻ അവിടുന്ന് പിടിച്ചു മാറ്റിയത്. അന്നേ ജോസൂട്ടി പറഞ്ഞു, തൽക്കാലം ജി പോയിക്കോ, അത് കഴിഞ്ഞിട്ട് വാ, അണക്കെല്ലാം കാണിച്ചു തരാം. ഞാൻ ഈ ഇലക്ഷൻ കഴിയേണ്ട ജീമാതിരി വെല്ലുവിളിയും പരിപാടി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ദോഷം വരും അല്ലേ? ഞാൻ അന്ന് പറഞ്ഞാണ് അവനടുത്ത്. ഈ പഹന് തലക്ക് ഭ്രാന്തണ്ടായിരിക്കും. ഇപ്പൊ എന്ത് ജാതി പണിയാ കാണിക്കണേ? എന്തായാലും കാണിച്ചോട്ടെ. ഇപ്പൊ വെറുതെ പറഞ്ഞല്ലേ? തല്ലിണ്ടാവും. ഉറപ്പല്ലേ? ഒരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പോ ബൻ ഈ സഹതാപ വോട്ടിലാവുമ്പോ ജയിക്കാ. ഈ വിഡിക്ക് ഇത്ര വിവരമില്ല ഇവന്. കഴുത
അയ്യോ അല്ല ഓന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ ചങ്ങ ഇപ്പൊ ഞാനാണല്ലോ ആകെ കുടുങ്ങ. എന്താണ് കൊടുക്കാം? എടാ അവൻ ഇവിടെ വന്നിട്ട് വോട്ട് ചോദിച്ചില്ലേ ഈ ഗോപി ചോദിച്ചപ്പോ ആട്ടി ഇറക്കിയില്ലേ ഞാൻ, എനക്ക് ഇവിടെ വോട്ടില്ല, ജോസൂട്ടിക്ക് വോട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ലോണിന്റെ കാര്യമൊക്കെ ഞാൻ വിളിച്ചു പറയുകയും ചെയ്ത്. അപ്പൊ പറഞ്ഞു ഇവൻ എനിക്ക് വോട്ടില്ലല്ലോ എന്നാ താങ്കൾ അവിടെ ലോൺ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാ പോയിക്കണം. ഇനി എങ്ങനെ ഞാൻ മുഖത്ത് നോക്കുക അവന്റെ? ഇതിപ്പോ ആകെ കുടുങ്ങിയാലോ? ഇനി കുടുങ്ങാനൊന്നുമില്ല, നമ്മള് നമ്മുടെ വാർഡ് വെക്കുക. അല്ല അതെ അങ്ങനെ വിട്ടാ ശരിയാവില്ല. നമുക്കൊന്ന് ഓനൊന്ന് പറഞ്ഞു ഉപദേശിക്കണ്ടേ? ആരെ? ജോസൂട്ടിനെ. ജോസൂട്ടിനെ എന്ത് ഉപദേശിക്കണ്? അല്ലടാ ഒന്നും ജോസൂട്ടിനെ ഇപ്പൊ ഉപദേശിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടാക്കി വെച്ചുള്ള ചീത്ത പേര് മാറുമോ? അല്ല ഇപ്പൊ എങ്ങനെയും ജയിക്കണല്ലോ. അവൻ ജയിച്ചില്ല നാണക്കേട് നമുക്കിപ്പ നമ്മുടെ ആവശ്യമായി മാറി. അതിന് കയ്യിലിരിപ്പ് കൂടെ നന്നാവണം. അത് കയ്യിലിരിപ്പ് നന്നാവണം, ഇല്ലെങ്കിൽ അതുപോലെ ഉണ്ടാവും. ആരാ നിങ്ങളോട് ഈ പറഞ്ഞത്? എനിക്ക് അവനെ തല്ലാൻ പോകാനാണ് നേരെ ആരാ പറയാത്തത്? നാട്ടുകാർ മുഴുവൻ പറയണ്ടല്ലോ. അവൻ പറഞ്ഞുണ്ടാക്കിയേക്കാണെന്ന് ഞാൻ ചെയ്തിട്ടില്ല പരീക്ക സത്യമായിട്ടും. അതെ ജോസുട്ടി ഈ ആൾക്കാരുടെ ഇടയിൽ വെച്ച് വെല്ലുവിളിക്കണല്ലേ? പിന്നെ വെല്ലുവിളിച്ചത് അവൻ എന്റെ മുഖത്ത് നോക്കി തോന്നിവാസം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കലി കയറി. വാസൂട്ടി പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തല്ല. അത് കഴിഞ്ഞ് ഞാനത് വിട്ട് നമ്മളവിടുന്ന് പോന്നു. പക്ഷെ ഞാൻ പോരുന്നതിന്റെ മുമ്പായിട്ട് നീ അവനെ വെല്ലുവിളിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ നീ തന്നെയാണ് ചെയ്തതെന്നല്ല അവർ വിചാരിക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആലോചിക്കാതെ ഞാൻ ചെയ്യോ? അതൊക്കെ അവിടെ അതൊന്നും ഇപ്പൊ ഇവിടെ മറുപടി അല്ല ഈ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ആളുകളുടെ ഇടയിൽ ആകെ പ്രശ്നമായിരിക്കുക. ഈ ഒരു ക്രൂര പരിപാടി ചെയ്ത മാതിരിയാണ് ഇപ്പൊ ആളുകളുടെ ഇടയില്. അവനെ തല്ലി അപ്പൊ അവന് സെന്റിമെന്റ്സ് അടിച്ചിട്ടാ പാവം നടക്കണേ. അവൻ ജയിച്ച മാതിരി. എന്തൊരു കഷ്ടമാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ ഈ സമയത്ത് ചെയ്യോ? പെട്ടെന്ന് ദൊരേനെ അവൻ സ്വാധീനിക്കണ കണ്ടപ്പോ എനിക്ക് പ്രാന്ത് കയറി എന്നുള്ള സത്യമാണ്. ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്ത്. ഇപ്പൊ ആ പിശാചിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി വരുമെന്തോ. ആ തെണ്ടി അതിന്റെ അപ്പുറത്താണ്. ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് ഇവന്റെ അളിയനല്ലേ എന്ന് ഓർത്ത് മെമ്പർഷിപ്പ് എടുത്തു വെച്ചത്. ഇപ്പൊ അവൻ അയാളോട് കാശും വെള്ളവും മേടിച്ചിട്ട് അയാളുടെ പുറകെ നടക്കുകയാണ്. ആളവിടെ അതെ ഇല്ല ഒന്നുമില്ല, എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. என்ன സംസാരിച്ചാലും ശരി, நான் வீட்டில் வந்தப்போ சொன்ன மாதிரி எனக்கு கோபி 3000 ரூபா கொடுத்துச்சு, நீ 6000 ரூபா கொடுத்தா ஓட்டு உனக்கு. എടാ നീ ഗോപി തന്നത് മേടിച്ചോ, എന്നിട്ട് നീ വോട്ട് എനിക്ക് ചെയ്. അല്ല ഞാൻ എന്തിനാ നിനക്ക് കാശ് തന്നെ? നിന്റെ അളിയന്റെ സുഹൃത്തല്ലേ ഞാൻ. ഇനിയിപ്പോൾ ഞാൻ വോട്ട് ചെയ്താലും നീ ജയിക്കില്ല. அவனதான் எல்லாருமே அவன் வீட்டில் போயிட்டு இருக்குது. இவன் ஃப்ரெண்டு கூட அங்கே வந்துருச்சு நேற்று அന്ന് அழுதுட்டு அவன் இந்த மாதிரி செய்யலுமே அவனை நம்ப கூடாதுன்னு சொல்லுது. ഇവന്റെ ഫ്രണ്ട് അങ്ങ് വന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അയാളെ. ഞാൻ അയാളെ പിന്നെ കണ്ടിട്ടേ ഇല്ലെന്ന്. അതെ ഇവൻ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അപ്പൊ എന്നിട്ട് ഇത് അവൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആൾക്കാരുടെ ഇടയിൽ പ്രചാരണം നടത്തിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തെരിയുമല്ലോ, എനിക്ക് തെരിയുമല്ലോ. അത് ഇവനൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ലാതെ തെരിയുമല്ലോ. അതെങ്ങനെ നിനക്ക് തിരിയും? അല്ല അതെങ്ങനെ നിനക്ക് തിരിയണത്? அந்த டைம்ல நான் அங்க இருந்ததே, நான் அங்க இருந்ததில்ல. ഇവനിപ്പോ അവരുടെ കൂടെ നടക്കണത്. അപ്പൊ പിന്നെ എന്തിനാ ഇത് പറഞ്ഞുകൊണ്ട് നടക്കണത്? അവന് ജയിക്കണോ ഇവൻ തോക്കടിക്കണോ? അതിന് താ അത് നിനക്കങ്ങനെ അറിയാം? അറിയെങ്കിൽ പറയൂ, വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരാന്ന്. என்ன அழியா இப்படி? நான் அவன் 3000 ரூபாய் வாங்கினது சரிதான் എന്ന് കരുതിയിട്ട് ഞാൻ അവനെ വോട്ട് ചെയ്യോ? ഇവൻ എനിക്ക് ഫ്രണ്ട് താനേ, காசு கிடைச்சா எப்படி நல்லது தானே தான் வாங்கின. அவனை நான் ஏமாத்தினது, நான் உங்க கட்சி. அங்க என்ன நடந்தது தெரியுமா? இந்த கோபி இருக்குதுல்ல, அவன் அவன் 3 ஃப்ரெண்ட்ஸும் சேர்ந்து இந்த பஞ்சியும் பிளாஸ்டர் எல்லாம் வாங்கி கோபியோட கையிலும் காலில் எல்லாம் வச்சு கட்டினாங்க. ஒருத்தர் இப்படி போன் எடுத்துட்டு இது ஷூட் பண்ணாங்க. എന്നിട്ട് ഇവനോട് അഴുക சொல்லிச்சு. அப்ப இந்த கோபி அடுத்துட்டு சொல்லுது, ஜோசூட்டி என்ன கை காலெல்லாம் அடிச்சு கொலை பண்ண பார்த்தாங்க, எலெக்ஷன் நின்னா கொன்னுருவேன்னு சொல்றாங்க அப்படின்னு அழுதுட்டு இருக்குது. இந்த வீடியோ தான் எல்லாവർക്കും അയച്ചു കൊടുത്തത്. ഇത് ഞാൻ பார்த்ததல்ல. കണ്ട, ഞാൻ പറഞ്ഞില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇപ്പോഴാ വാസുട്ടിയെ ഇതിപ്പോ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഇത് വിട്ടൂടാ. അവന്റെ കയ്യും കാലും ശരിക്കും തല്ലി കൊടുക്കണം, അടിക്കണം. என்ன பாய் சொல்றது? இனி கை காலி அடிச்சா இவர் ஜெயிக்கோ? இவர் ஜெயிக்கிறதுக்கு என்ன பண்ணணும் அது யோசிக்க. എന്ത് ജയിക്കാം? ഇനി ഒരിക്കലും ജയിക്കില്ലല്ലോ. ഏതെന്തെങ്കിലും ചെയ്യണമല്ലോ വാസൂട്ടി. ഞാൻ നിരപരാധിയാണെന്ന് ആളുകളെ അറിയിക്കണം. അതെങ്ങനെ അറിയിക്കുക നിങ്ങള്? അല്ല നമുക്കിപ്പോ ഇത് നാട് മുഴുവൻ നടന്നിട്ട് ഓൻ തല്ലിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂടാ? എന്താ ഇപ്പൊ ചെയ്യണതിന്? ഒരേ ഒരു വഴിതാ இருக்குது, கொஞ்சம் காசு செலவு வரும். നീ പറ, പൈസ ഒക്കെ ഞാൻ ചെലവാക്കാം. அவன் 8 அடி பாஞ்சா நான் 16 அடி பாய். ഈ കാര്യം പറയും. அங்க நடந்ததெல்லாம் நான் வீடியோ எடுத்துட்டாங்க. സത്യം? ஆமா, நான் பாரு.
വല്ലാത്തൊരു ഹമുക്ക് തന്നെയാണ് കേട്ടോ. இப்படி பார்த்தா போதும் இப்படி பார்த்தா അല്ല കാണിക്ക് നോട്ടെ இல்ல இப்படி பார்த்தா போதும் அதே பாரு, பாரு, வச்சு கட்டுறது பாரு. அது கூட இருக்கிறது யாரு? சந்திரனும் பின்ன வெற்றவ சுரேஷ் பாரு. கண்டா ഈ സാധനം ആളുകൾ അതെ ഇത് சொல்லு சொல்லு இது ഇത് ജോസൂട്ടിക്ക് അയച്ചു കൊടുക്ക്. கொடுக்கானல்ல நான் இது கொண்டு வந்தது. കൊടുക്കണ്ടേ? இவர் என் நண்பன் தானே. இது நான் இவருக்கு கொடுத்து இதெல்லாம் அவரும் தெரிவிச்சா இவன் பாவனும் தெரியும், இவருக்கு ஓட்டு கிடைக்கும். அவன் வில்லன், அப்புறம் இவன் நாயகன். അതെ, ഭയങ്കര ബുദ്ധിയായിട്ടാളിയാ. ഞാൻ അന്ന് എന്തൊക്കെ വിചാരിച്ചിട്ട് പൊന്നാരം മുത്ത. അതെ, വേഗം അയച്ചു കൊടുക്ക്, വേഗം അയച്ചു കൊടുക്ക്. எனக்கு இந்த புத்தி மட்டுமல்ல, இன்னொரு புத்தி இருக்குது. இது வேணும்னா 5000 ரூபா கொடு. എന്ത് 5000 രൂപ കൊടു? അല്ല ദൊര, ഞാൻ നിനക്ക് 5000 രൂപ തരാം ഇലക്ഷൻ കഴിയട്ടെ. നീ ഇപ്പൊ എനിക്കത് താ, ഞാൻ പിടിച്ചു നിൽക്കട്ടെ. இந்த எலெக்ஷன் நிக்கிற நேதாக்கന്മാരെല്ലാം எனக்கு தெரியும். எலெக்ஷன் நிற்கும் போது அது செய்ய இது செய்யான்னு പറയും. ஜலிச்சு போயா பின்ன திரும்பி பார்க்க மாட்டான். அது வேணா 5000 கொடுத்தா நான் இந்த வீடியோ தரேன், நீ அது எல்லாத்தும் தெரிவிச்சு பாவன்னு தெரிஞ்சு எலெக்ஷன் ஜெயிச்சுக்கோ. ഞാൻ തരാടാ. எடுத்துட்டு வா. എന്റെ അളിയന്റെ ആത്മാർത്ഥ സുഹൃത്ത്. ஆமா, அதனால தான் நான் அது வீடியோ எடுத்தது. ശരി ശരി, 5000 ഞാൻ തരാം. കൊടുക്ക്, 5000 രൂപ ഞാൻ തരാം. അവനെടുത്ത് പൈസ ഇല്ല. 10,000 തരാൻ சொன்னாலும் எனக்கு வேணாம். ജോസൂട്ടി ഇപ്പൊ 5000 തന്നാ இந்த വീഡിയോ கிடைக்கும். இல்லைனா കൊടുക്കാം, നമുക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അല്ല കുഴപ്പമില്ല, 5000 കൊടുത്താൽ ഇതിപ്പോ 50,000ന്റെ ഗുണം ചെയ്യും. ഓ ഡാളിയാ. ആ 5000 രൂപ. ഇവൻ എലക്ഷൻ നിന്നിട്ട് ജയിക്കും, അப்புறம் നേതാവായിട്ട് പോകും. നിങ്ങൾക്ക് என்ன கிடைக்கும்? ഇവന്റെ കൂടെ വെയിലും കൊണ്ട് இப்படி നടന്ന് മൂഞ്ചെല്ലാം കരുവാടിച്ച് பொழைக்க தெரியணும், மூளை வேணும். இவன் எலெக்ஷன் நின்றா உங்களுக்கு என்ன? எனக்கு பாரு, அந்த கோபி 3000 ரூபாய் கொடுத்தாச்சு, ஒரு பைண்ட் கொடுத்தாச்சு. இப்போ ஜோசூட்டி 5000 ரூபாய் தரும். 8000 ரூபாய் எனக்கு கிடைச்சிச்சு, ஒரு பைண்ட் கிடைச்சிருச்சு. ഞങ്ങക്ക് നഷ്ടല്ലേ, ഞങ്ങക്ക് നഷ്ടല്ലേ, അത് കുഴപ്പമില്ല. ഏത് മേടിച്ചോ? അല്ല എന്തായാലും എൻ്റെ ഇപ്പൊ ഒരു സംഗതി ഉള്ളത് വലിയൊരു ഭാഗ്യം. ആ വീഡിയോ വീഡിയോ അയച്ചു കൊടുത്ത് നമുക്ക് അവൻ വരുന്ന സമയത്ത് ചെല്ലാം. പോകല്ലേ. ഞാൻ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് അവൻ അവിടുന്ന് പോകുന്നതാണ്. വേറെ വല്ല വഴിക്ക് പോയിട്ടുണ്ടാവുന്ന. അവന്റെ സ്ഥിരം റൂട്ടിൽ വരണല്ലേ? എന്താടാ അതിന്റെ കൈയും കാലും? ഞാൻ പറയാൻ വേണ്ടി വരുവായിരുന്നു. ഞാൻ അറിയോ, നമ്മൾ ഈ എതിർ പാർട്ടിയൊക്കെ ആണെങ്കിലും വ്യക്തിപരമായിട്ട് വിരോധമൊന്നും ആർക്കും വേണ്ട. അല്ല, നിന്റെ കയ്യിലും കാലിലൊക്കെ ഒന്നും കുഴപ്പമില്ല ഇപ്പൊ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഞാൻ നടന്നു തന്നെ നിങ്ങൾ കണ്ടതല്ലേ. അല്ല പിന്നെ കുറച്ച് ദിവസം ഈ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് നടന്നായിരുന്നല്ലോ, അത് എന്തിന്റെ ആയിരുന്നു? കയ്യില് കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് കുറച്ച് ദിവസം നടന്നില്ലേ, അത് എന്തിന്റെ ആയിരുന്നു? പ്ലാസ്റ്റർ ഇട്ട് നാടകം കളിക്കാൻ നിൽക്കരുത്. നിനക്ക് ഇട്ടിയിട്ടില്ല വേണ്ട. വാട്സാപ്പിൽ നീ സൊസൈറ്റിയിലെ മെമ്പർമാർക്ക് മുഴുവൻ അയച്ചു കൊടുത്തില്ലേ നിന്റെ കയ്യിലും കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട്? അതെങ്ങനെ സംഭവിച്ചെന്ന് പറയാം ഞങ്ങളോട്. കേക്കട്ടെ, പറയടാണ്. ഉപദ്രവിക്കരുത്. മര്യാദക്ക് ഈ സത്യം പറഞ്ഞിട്ട് എന്റെ പള്ള ഞങ്ങൾ ജോസൂട്ടി എപ്പോഴാണ് നിന്നെ അടിച്ചത്? ജോസൂട്ടി അടിച്ചില്ല. ഈ ജോസൂട്ടി അടിച്ചതാണ് നീ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ജോസൂട്ടി എന്ത് പരിക്കുട്ടിച്ചാട്ടാ, ഉപദ്രവിക്കരുത്. ഈ മര്യാദക്കുള്ള സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ എന്നെ കൊല്ലും. എന്താന്നറിയോ? പറയടാ. പറയാം ഇവിടെ പേടിപ്പിക്കല്ലേ. പേടിപ്പിക്കല്ലേ, ഇജ്ജ് പറഞ്ഞോ, സത്യം പറഞ്ഞോ. അത് എൻ്റെ അണികളെല്ലാരും പറഞ്ഞ് ഇങ്ങനെ ഒരു കശുശി ഉണ്ടായല്ലോ. നിനക്കത് പറയാനത് അത്ര വലിയ പാട്? പറയാം, എന്നെ പേടിപ്പിക്കല്ലേ. എന്താ പറയും? അതായത് ഇങ്ങനെ കൈയും കാലം കെട്ടി പ്ലാസ്റ്ററൊക്കെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് സഹകാരികളുടെ അടുത്ത് ഒരു സഹതാപം കിട്ടിയാലേ കൂടുതൽ കിട്ടും അല്ലേ? എന്നാ അതിപ്പോ മര്യാദക്ക് എല്ലാം കൂടെ പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. ആ മൊബൈലിലാ പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ജോസൂട്ടി നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നീയും നിന്റെ കൂട്ടാളികളൊക്കെ പാടെ കൂടി ചെയ്തിട്ടുള്ള ഒരു നാടകമാണ്. ജോസൂട്ടി നിരപരാധിയാണെന്നുള്ള കാര്യം അത് പറഞ്ഞു. അത് ഷൂട്ട് ചെയ്യും. ഇടിക്കരുത്. ഇടിക്കില്ല, ഇടിക്കില്ല. മാന്യ സഹകാരികളെ, എന്ത് മാന്യ സഹകാരികളെ, അറിയാതെ പറയും. ഞങ്ങള് പേടിപ്പിച്ചിട്ടാന്ന്. ഞങ്ങൾ നിന്നെ വല്ലതും ചെയ്താ? ഇല്ല, ഒന്നും ചെയ്തില്ല. പിന്നെ എന്താ നീ കരയണത്? ചിരിച്ചിട്ട് പറ. നല്ല ഇതില് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് പറയണം. എന്റെ തെറ്റ് പറ്റിയതാണ്, എന്റെ അണികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. സത്യം പറയട്ടെ. തുറന്നു പറ, സത്യം പറ. മാന്യ സഹകാരികളെ, ജോസൂട്ടി ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടായ ഒരു പാകപ്പിഴയോ ഫ്രോഡ് പണിയോ ആണ്. ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ വിഷയത്തിൽ ജോസൂട്ടി നിരപരാധിയാണ്. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ
സഹകാരികളെ, ഞാൻ ആക്രമിച്ച് അപകടാവസ്ഥയിലാക്കിയ ഗോപിയാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വോയിസാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ്. ഇതുപോലുള്ള കള്ളനാണയങ്ങളെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും തൂത്തെറിഞ്ഞുകൊണ്ട് മുഴുവൻ സമയവും നിങ്ങളോടൊപ്പം നിൽക്കുന്ന എന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ജോസൂട്ടി. അടിയുടെ ചിരയുടെ തരികിട മേള പൂരം കുട്ടീസ്.